പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 4 നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് അടുത്ത പോർഷൻ എന്ന് നമുക്ക് നോക്കാം. ഫാക്ടറൈസേഷൻ ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് യൂസിങ് ഐഡൻറ്റിറ്റീസ്. ആൾജിബ്രിക് എക്സ്പ്രഷനെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയത് ഐഡൻറ്റിറ്റി a+b² = a² + 2ab+b² ക്യാൻ ഓൾസോ ബി യൂസ് ടു ഫൈൻഡ് ഫാക്ടേഴ്സ് ഓഫ് സം ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടു. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ചില ആൾജിബ്രിക് എക്സ്പ്രഷൻസിൻ്റെ ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ 5 നോക്കിയേ. കൺസിഡർ ദി ആൾജിബ്രിക് എക്സ്പ്രഷൻ x² + 4x + 4. ഇതിൻ്റെ ഫാക്ടർ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഐഡൻറ്റിറ്റിയുടെ RHSൻ്റെ ഫോമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഏത് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതണം? അതായത് ഈ ഒരു ഫോമിലോട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? ഈ LHSൻ്റെ ഫോമിലായിരുന്നു നമുക്ക് തന്നിരുന്നത്. അതിനെ നമ്മൾ ഈ RHSൻ്റെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് x² + 4x + 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഫോമിലാണ്? a² + 2ab + b² ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എയും ബിയും എന്താണ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ x² നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് a² ഈ ഫോമിൽ എഴുതാം. ഇനി നമ്മൾ എപ്പോഴും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നോക്കിയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 4 ലാസ്റ്റ് ടേം എന്താ? b². അപ്പോൾ 4നെ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയണം? സ്ക്വയറായിട്ട് എഴുതാൻ കഴിയണം. 4 എന്ന് പറയുന്നത് എന്താണ്? 2² ആണ്. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് എക്സും b എന്ന് പറയുന്നത് എന്തുമായി? 2മായി. അപ്പം നടുക്കത്തെ ടേം എഴുതാൻ നമുക്ക് എളുപ്പമാണല്ലോ. 4x എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 2ab ഈക്വലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2 × a ഇവിടെ x ആണ്, b എന്താണ്? 2 ആണ്. അപ്പോൾ എന്തെഴുതാം? 2 × x × 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ആൾജിബ്രിക് എക്സ്പ്രഷനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ. x² + 4x + 4നെ നമ്മൾ എങ്ങനെ എഴുതി? x² + ഇത് 2ab ഫോമിൽ എഴുതി. അതായത് 2 × x × 2 + 4നെ നമ്മൾ b² ഫോമിൽ എഴുതി. Okay, x² + 2 × x × 2 + 2² can be compared with a² + 2ab + b², where a = x and b = 2. ഇത് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. വി കൺക്ലൂഡ് ദാറ്റ് x² + 4x + 4 = x + 2². അപ്പോൾ ഈ a² + 2ab + b² എന്ന് പറയുന്നത് എന്താ? a + b². അപ്പോൾ നമ്മൾ ഇതിനെ a² + 2ab + b² ഫോമിൽ എഴുതി. അങ്ങനെയാണെങ്കിൽ ഷോർട്ടായിട്ട് ഇതിനെ എന്തെഴുതാം? a + b². a ഇവിടെ എന്താണ്? x ആണ്, b 2ഉമാണ്. അപ്പോൾ എന്തെഴുതാം? x + 2² എന്ന് നമുക്ക് ഈ x² + 4x + 4നെ നമുക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു. Therefore we can say that x + 2 is a factor of x² + 4x + 4. അപ്പോൾ ഈ x² + 4x + 4നെ നമുക്ക് x + 2² എന്ന് എഴുതാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ x + 2 എന്ന് പറയുന്നത് x² + 4x + 4ൻ്റെ ഫാക്ടറാണ് എന്ന് നമുക്ക് പറയാം. അതാണ് മുകളിൽ പറഞ്ഞത്. ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ചില ആൾജിബ്രിക് എക്സ്പ്രഷൻസിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ ലെറ്റ് us try to find factors of another algebraic expression 36x² + 12x + 1. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 36x² എന്നുള്ളത് എന്തായിട്ട് എഴുതണം? a² ഫോമിൽ എഴുതണം. 12xനെ 2ab ഫോമിൽ എഴുതണം. 1നെ b² ഫോമിലും എഴുതണം. അപ്പോൾ 36x² എങ്ങനെ എഴുതാം? a² ഫോം എന്ന് പറയുമ്പോൾ ഈ സ്ക്വയർ രണ്ടിനും വരണം. 36ൻ്റെയും സ്ക്വയർ എഴുതണം, എക്സിൻ്റെയും സ്ക്വയർ എഴുതണം. 36 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ്? 6ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക്
നമുക്ക് 6x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 36x² 6x ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എ എന്താണ്? എ ഈസ് 6x. ഇനി അടുത്തത് നമ്മൾ ബി സ്ക്വയർ ആണ് നോക്കുന്നത്. ബി സ്ക്വയർ 1 ആണ്. അപ്പോൾ ബിയും എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ എ നമുക്ക് 6x എന്ന് കിട്ടി, ബി നമുക്ക് 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2ab എന്തായിരിക്കും? 2 ഇൻറ്റു എ ഈസ് 6x ഇൻറ്റു ബി ഈസ് 1. അപ്പോൾ 12x നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 6x ഇൻറ്റു 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, 36x² പ്ലസ് 12x പ്ലസ് 1 എങ്ങനെ എഴുതി? 6x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 6x ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. കണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന് ഈക്വലാണ്. എ ഇവിടെ 6x ആണ്, ബി 1 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? 6x പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 36x² പ്ലസ് 12x പ്ലസ് 1 നമ്മൾ എന്തെഴുതി? 6x പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അതിൻ്റെ അർത്ഥം എന്താ? 6x പ്ലസ് 1 36x² പ്ലസ് 12x പ്ലസ് 1 ഫാക്ടർ ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. ലെറ്റ് us try to factor 50p² plus 60pq plus 18q². What will a and b in this case? അപ്പോൾ നമ്മൾ ഇത്രയും രണ്ടെണ്ണം ചെയ്തതിനകത്ത് നമ്മൾ ആദ്യം ഇതിനെ ഏത് ഫോമിലാക്കും? a² ഫോമിലാക്കും. ഇതിനെ b² ഫോമിലാക്കും. അപ്പോൾ നമുക്കിവിടെ കോഎഫിഷ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എടുക്കണം? സ്ക്വയർ നമ്പേഴ്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 50 ഏതിൻ്റെ സ്ക്വയറാണ്? 50 എന്ന് പറയുന്നത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ല. 7ൻ്റെ സ്ക്വയർ 49 വരും, 8ൻ്റെ സ്ക്വയർ 64 വരും. പക്ഷേ 50 ഒരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ല. അതേപോലെ 18ഉം ഒരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും നോക്കിയേ? ട്രൈ ടു തിങ്ക് ഓഫ് എ ടേം ഹൂസ് സ്ക്വയർ ഈസ് 50p². ഇറ്റ് ഈസ്, നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം? √50p എന്ന് വേണമെങ്കിൽ എടുക്കാം അല്ലേ? √50p ദി ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ബട്ട് ഇഫ് വി വാണ്ട് ടു അവോയ്ഡ് യൂസിങ് ദി സ്ക്വയർ റൂട്ട് സിമ്പിൾ വി മേ പ്രൊസീഡ് ആസ് ഫോളോസ്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് സിമ്പിൾ വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. അതായത് 50p², 60pq, 18q². ഇവിടെ 50, 60, 18 ഇതിലെല്ലാം 2 കോമൺ ഫാക്ടറാണ്. അപ്പോൾ നമ്മളിവിടെ 2 കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു. 50p² നിന്ന് 2 എടുത്താൽ 25p², 60pqയിൽ നിന്നെടുത്താൽ 30pq, 18ൽ നിന്നെടുത്താൽ 9q² എന്ന് വരും. അപ്പോൾ നമ്മൾ 2 കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ഇനി നോക്കിയേ, ഇനി ഇവിടെ നമുക്കപ്പോൾ എന്ത് കിട്ടി? 25p² പ്ലസ് 30pq പ്ലസ് 9q² എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഈ 25p² നമുക്ക് എങ്ങനെ എഴുതാം? 25 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിനെ നമുക്ക് 5p ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 9q² എന്തെഴുതാം? 3യുടെ സ്ക്വയറാണ് 9. അപ്പോൾ 3q ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 30pq എന്ന് പറയുന്നത് ഏത് ഫോമാണ്? 2abയുടെ ഫോമാണ്. 2ab അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എ ഇവിടെ എന്താണ്? 5p ആണ്. ബി എന്താണ്? 3q ആണ്. എന്ത് വരും? 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 3 30, 30pq എന്ന് തന്നെ വരും. അപ്പോൾ 2ab എന്ന് പറയുന്നത് 2 ഇൻറ്റു 5p ഇൻറ്റു 3q ആണ്. അപ്പോൾ നമ്മളിവിടെ വെളിയിൽ 2 കോമൺ എടുത്തായിരുന്നു. ആ 2ഉം കൂടെ ഇട്ടിട്ട് വേണം നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ എഴുതാനായിട്ട്. കണ്ടോ? 2 ഇൻറ്റു 5p² പ്ലസ് 2 5p ഇൻറ്റു 3q പ്ലസ് 3q ദി ഹോൾ സ്ക്വയർ. ഇനി നോക്കിയാൽ 2 ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന് ഈക്വലാണ്. ഇവിടെ എ എന്ന് പറയുന്നത് 5pയും ബി എന്ന് പറയുന്നത് 3qവുമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 5p പ്ലസ് 3q ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 2 കോമൺ എടുത്തിരുന്നു, അപ്പോൾ അതും കൂടെ എഴുതുക. 2 ഇൻറ്റു 5p പ്ലസ് 3q ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോമൺ ഫാക്ടർ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഒരു
തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഇഫ് വി റിപ്ലേസ് ബി ബൈ നെഗറ്റീവ് ബി ഇൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതിനകത്ത് ബിക്ക് പകരം നെഗറ്റീവ് ബി റീപ്ലേസ് ചെയ്താൽ എന്താവും നോക്കിയേ. ബിക്ക് പകരം നെഗറ്റീവ് ബി റീപ്ലേസ് ചെയ്താൽ ബിയുടെ പ്ലേസ് വരുന്നിടത്തെല്ലാം നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ എന്ത് വന്നു? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇവിടെ ബി നെഗറ്റീവ് കൊടുത്താൽ എന്താവും? ഇവിടെ നെഗറ്റീവായിട്ട് മാറും. നെഗറ്റീവ് 2ab. ഇവിടെ ബിക്ക് നെഗറ്റീവ് കൊടുത്താൽ സ്ക്വയർ എടുക്കുന്നത് കൊണ്ട് നെഗറ്റീവിൻ്റെ സ്ക്വയർ ഈസ് പോസിറ്റീവ്. ഇതെന്തായിട്ട് തന്നെ വരും? പോസിറ്റീവായിട്ട് തന്നെ വരും. നെഗറ്റീവ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സ്ക്വയർ പോസിറ്റീവ് ആവും. ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ വി ഗെറ്റ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് b square, which is also an identity and can be used in ways similar to a plus b the whole square is equal to a square plus 2ab plus b square. അപ്പോൾ a plus b the whole square എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് a minus b the whole square എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. Let us revisit the pattern we observed in example 1. Any three consecutive numbers can be taken as n minus 1, n and n plus 1. Their respective squares are of the form n minus 1 square, 1 whole square, n square and n plus 1 the whole square. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 1-ൽ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനെ n മൈനസ് 1, n പ്ലസ് 1 ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, n സ്ക്വയർ ആൻഡ് n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് സ്ക്വയറിൻ്റെയും ലാർജസ്റ്റ് സ്ക്വയറിൻ്റെയും സം എടുക്കുന്നു. ഇവിടെ സ്മോളസ്റ്റ് ഈസ് n മൈനസ് 1 ദി ഹോൾ സ്ക്വയർ, ലാർജസ്റ്റ് ഈസ് n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സം എടുക്കുമ്പോൾ എന്ത് വരും? n മൈനസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. നമ്മളിവിടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? n സ്ക്വയർ. എന്താണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ n സ്ക്വയർ മൈനസ് 2 into n into 1 that is 2n plus b square that is 1. അതേപോലെ ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. അപ്പോൾ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 എന്ന് വരുന്നു. 2n 1 പ്ലസും 1 മൈനസും ആയതുകൊണ്ട് ക്യാൻസലായി പോകുന്നു. n സ്ക്വയർ പ്ലസ് n സ്ക്വയർ ഈസ് 2n സ്ക്വയർ, 1 പ്ലസ് 1 ഈസ് 2. ഇനി ഇവിടെ നിന്ന് നമ്മൾ 2n സ്ക്വയർ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് 2n സ്ക്വയർ സബ്ട്രാക്റ്റ് ചെയ്താൽ ഇതും ക്യാൻസലായി പോയിട്ട് ബാക്കി എന്ത് കിട്ടും? 2 കിട്ടും. This is in fact a proof of the fact that if we add the smallest and the largest of any three consecutive square numbers and subtract 2 times the middle square number, we will always arrive at n. ഇവിടെ 2n സ്ക്വയർ എന്തുകൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്തത്? മിഡിൽ സ്ക്വയർ n സ്ക്വയർ ആയിരുന്നു, അതിൻ്റെ ട്വൈസ് എന്ന് പറയുന്നത് 2n സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? 2 തന്നെ കിട്ടി. അപ്പോൾ ഏത് 3 കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് എടുത്ത് അതിലെ സ്മോളസ്റ്റ് നമ്പർ ലാർജസ്റ്റ് നമ്പറും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് മിഡിൽ സ്ക്വയറിൻ്റെ ട്വൈസ് സബ്ട്രാക്റ്റ് ചെയ്താൽ നമ്മൾ എവിടെ എത്തും? 2-ൽ എത്തും. ഇനി നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സപ്പോസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് 29 സ്ക്വയർ. ഇതിനെ നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് യൂസ് ചെയ്യാം? 29 നമുക്ക് 30 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എ ഇവിടെ 30, ബി ഈസ് 1. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ ദാറ്റ് ഈസ് 30 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഈസ് 30, ബി ഈസ് 1 പ്ലസ് ബി സ്ക്വയർ ഈസ് 1. എന്ത് വരും? 30 സ്ക്വയർ ഈസ് 900 മൈനസ് 60 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 841 എന്ന് കിട്ടും. അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഈ ഇങ്ങനെ തരുന്ന നമ്പേഴ്സിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടു വിഷ്വലൈസ് ദി ഐഡൻറ്റിറ്റി a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ, ലെറ്റ് us draw a square of side a units and split a into two parts, one of length a minus b unit and another of length b units. Then the figure will look like this. അതൊക്കെ നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്. സൈഡ് എ ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ നമ്മൾ എടുക്കുന്നു, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സൈഡ് ടോട്ടൽ ലെങ്ത് എ ആണ്. ഈ റെഡ് കാണുന്ന ഇത്രയും പോർഷൻ എന്താണ്? ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ടോട്ടൽ എ ആണ്. എയിൽ നിന്ന് ഇത്രയും പോർഷൻ ബി പോയി കഴിഞ്ഞാൽ ബാക്കി എ മൈനസ് ബി ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇതും എ ആണ്. ഇത്രയും പോർഷൻ ബി ആണ്, ബാക്കിയുള്ള ഇത് എ മൈനസ് ബി ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്? സൈഡ് എ മൈനസ് ബിയും കൂടെ എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ വരും. സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ ഏരിയ. ഇനി ഇത് വരുമ്പോൾ എന്ത് വരും? ബി ഇൻറ്റു ഇത്രയും പോർഷൻ ബി ആണ്, ഇത്രയും പോർഷൻ ഇവിടെ എ മൈനസ് ബി ആണ്, ആ സെയിം ലെങ്ത് തന്നെ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതെന്തായി? ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഈസ് എൽ ഇൻറ്റു ബി ആണ്. അപ്പോൾ ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെയോ ഇത് ബി, ഇതെന്ത് വരും? ഫുൾ ലെങ്ത് ഇത് എ ആണ്. അപ്പോൾ ഇത് എ ബി എന്ന് വരും. ഓക്കെ, ദ ഏരിയ ഓഫ് ദി ബിഗ് സ്ക്വയർ ഈസ് എ സ്ക്വയർ യൂണിറ്റ്. ദ സ്മോൾ സ്ക്വയർ ഹാസ് ആൻ ഏരിയ ഓഫ് എ മൈനസ് ബി square unit. The larger rectangle has AB square unit, while the smaller rectangle has B into A minus B square unit. Thus to obtain A minus B the whole square, we can subtract the area of the rectangle from the big square. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബിഗ് സ്ക്വയറിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ ബിഗ് സ്ക്വയർ. ഇത്രയും പോർഷനാണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ബിഗ് സ്ക്വയറിൽ നിന്ന് ബാക്കിയുള്ള പോർഷൻ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ മൊത്തം വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ഇതിൽ നിന്ന് ഈ പോർഷൻ റെഡ് പോർഷൻ എ ബിയും പിന്നെന്താ ഈ യെല്ലോ പോർഷൻ ബി ഇൻറ്റു എ മൈനസ് ബിയും സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് എ ബി മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ബി എ ഇതും കൂടെ പ്ലസ് ബി സ്ക്വയർ എന്ത് വന്നു? എ സ്ക്വയർ. ഇത് രണ്ടും കൂടെ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്തായത്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് സ്ക്വയറിൽ ജസ്റ്റ് എ പ്ലസ് ബിയുടേത് നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിരുന്നു. ഇവിടെ എ മൈനസ് ബിയുടേതും ഒന്ന് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.